നമസ്കാരം, ഞാൻ മരിയ. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ ഫാംസ്. പൊളിച്ചടുക്കിയ കള്ളക്കളി. മുൻ ചീഫ് സെക്രട്ടറി EK ഭരത്ഭൂഷണിനെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമാക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിന് തിരിച്ചടി. സർക്കാരിന് കുരുക്കിട്ടത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ. നിയമനത്തിന് പുനർവിജ്ഞാപനമിറക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. ഭരത്ഭൂഷണെ ഇനി പരിഗണിക്കണമെങ്കിൽ വിജിലൻസ് ഡയറക്ടറുടെ ക്ലിയറൻസ്, ഇന്റഗ്രിറ്റി സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഭരത്ഭൂഷണെതിരായ അന്വേഷണം അട്ടിമറിച്ച വാർത്ത പുറത്തു കൊണ്ടുവന്നത് കേരള കൗമുദി. സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചത് പ്രധാനമന്ത്രിയും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയവും നിർദ്ദേശിച്ച അന്വേഷണം. തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ചീഫ് ജസ്റ്റിസ് ചോദിച്ചറിഞ്ഞത് പാറ്റൂർ ഭൂമി ഇടപാടടക്കമുള്ള വിഷയങ്ങളിൽ ഭരത്ഭൂഷന്റെ അനധികൃത ഇടപെടലിനെ കുറിച്ചെന്നും കേരള കൗമുദി റിപ്പോർട്ട്. പറഞ്ഞു തീരാത്ത പേരുകൾ. ബാർ കോഴക്കേസിൽ CBI അന്വേഷണം വേണമെന്ന് PC ജോർജ്. ഇപ്പോൾ നടക്കുന്ന വിജിലൻസ് അന്വേഷണത്തിൽ കുടുങ്ങുന്നത് മാണി മാത്രം. CBI അന്വേഷണം വന്നാൽ മുഖ്യമന്ത്രിയും അകത്താകുമെന്നും ജോർജ്. കേസിൽ കോഴ വാങ്ങിയ കൂടുതൽ UDF നേതാക്കളുടെ പേര് 1 മാസത്തിനകം പുറത്തുവിടുമെന്ന് ബിജു രമേശ്. വിജിലൻസിന് കൂടുതൽ തെളിവുകൾ നൽകാനും ബാർ അസോസിയേഷൻ യോഗത്തിൽ തീരുമാനം. കോഴ കൈപ്പറ്റിയവരിൽ മന്ത്രിമാരായ KM മാണിക്കും K ബാബുവിനും പുറമെ UDF MLA മാരും. നേതാക്കൾക്കു നൽകാനായി ബാർ ഉടമകളിൽ നിന്നും പിരിച്ചത് 24 കോടി രൂപയെന്നും ബിജു. കൊച്ചിയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ബിജു രമേശിന് പൂർണ്ണ പിന്തുണ. പുതിയ പശ്ചാത്തലത്തിൽ മന്ത്രിമാർക്ക് കോഴ നൽകിയതിന്റെ വിശദാംശങ്ങൾ സാക്ഷികളായ ബാർ ഉടമകൾ വെളിപ്പെടുത്തുമെന്ന് സൂചന. മാനക്കേടിന്റെ മൊഴിയുദ്ധം. മൊഴി ചൊല്ലിയ ആദ്യ ഭാര്യയെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ നാടകീയ രാജിയുമായി KPCC ജനറൽ സെക്രട്ടറി T സിദ്ദീഖ്. സ്ഥാനം രാജിവെച്ചത് ഇന്നു രാവിലെ. പാർട്ടി സ്ഥാനം രാജിവെച്ചത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചെന്ന് സിദ്ദീഖ്. സത്യം പുറത്തുവരുന്നതുവരെ സാധാരണ പാർട്ടി പ്രവർത്തകനായി തുടരും. പാർട്ടിയാണ് തന്റെ വികാരമെന്നും സിദ്ദീഖ്. സിദ്ദീഖിനെതിരെ നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ടെന്ന് VM സുധീരൻ. മുൻ ഭാര്യ നസീമയുടെ ആരോപണത്തിൽ അന്വേഷണം നടത്തുമെന്നും KPCC പ്രസിഡന്റ്. സിദ്ദീഖിന്റെ രാജിയിൽ പ്രശ്നങ്ങൾ തീരുന്നില്ലെന്ന് നസീമ. തനിക്കെതിരെയുള്ള ഉപദ്രവം ഇപ്പോഴും തുടരുകയാണെന്നും മുൻ ഭാര്യ. ആരോപണങ്ങൾക്ക് പിന്നിൽ MI ഷാനവാസ് MPയും KPCC സെക്രട്ടറി K ജയന്തുമെന്ന് സിദ്ദീഖ്. ഉരുകുന്ന ചൂടിൽ തിളയ്ക്കുന്ന മരണം. കേരളം മഴയിൽ മുങ്ങുമ്പോൾ കൊടും ചൂടിലുരുകി ആന്ധ്രയും തെലുങ്കാനയും. ഇതുവരെ മരിച്ചത് 200 പേർ. വേനലിന്റെ ക്രൗര്യത്തിൽ തിളച്ച് ഒഡീഷയും ബംഗാളും. ശരാശരി 44 ഡിഗ്രി ചൂട് തുടരുന്ന ആന്ധ്രയിൽ മരണസംഖ്യ 100ലേക്ക്. കൂടുതൽ പേർ മരിച്ചത് പ്രകാശം ജില്ലയിൽ. തെലങ്കാനയിൽ 80 മരണമെന്ന റിപ്പോർട്ട്. ഉഷ്ണക്കാറ്റ് 2 ദിവസം കൂടി തുടരും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ ഫാംസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.